പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 18ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ ഓൾമോസ്റ്റ് പഠിക്കാൻ പോണത് പുതിയൊരു കാര്യമാണ്. ഒരു ചെക്കൊക്കെ നമുക്ക് എത്ര പേർക്ക് ഇഷ്ടമുണ്ട്? വെറുതെ ഒരു ചെക്ക് എഴുതിയിട്ടുണ്ടല്ലോ, ആ ചെക്ക് നമ്മൾ ഓൾമോസ്റ്റ് എഴുതുന്ന ചെക്ക് നമ്മുടെ അക്കൗണ്ടിൽ വന്ന് എന്തൊരു സന്തോഷം ഉണ്ടാവും. അതായത് നിങ്ങൾ വിചാരിക്കുകയാണ്, എനിക്കിപ്പോൾ ഒരു 10 lakh rupees വേണം. ആ 10 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര സന്തോഷം ഉണ്ടാവും? ഉണ്ടാവുമോ സന്തോഷം? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപ വേണ്ടതെന്നുള്ളതൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്താമോ? ശരിക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓൾമോസ്റ്റ് ഇപ്പോൾ ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഒരു എഴുത്തുകാരൻ വില്യം എസ് ബ്യൂറോ എന്നുള്ള എഴുത്തുകാരനുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ മാന്ത്രിക പ്രപഞ്ചത്തിൽ അപ്രതീക്ഷിത സംഭവങ്ങളോ യാദൃശ്ചികതയോ ഇല്ല. ഒരാൾ സംഭവിക്കണമെന്ന് ഇച്ഛിക്കുന്നില്ലെങ്കിൽ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. കാര്യം എന്താണെന്നറിയാമോ? ഇവിടെ നടക്കണ എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് നടക്കണേ. പക്ഷെ പലപ്പോഴും മനുഷ്യരെന്താ ആഗ്രഹിക്കണേ? ഏറ്റവും മോശം കാര്യങ്ങൾ തന്നെ ചിന്തിച്ചുകൊണ്ട് നടക്കണം. അപ്പോൾ എന്ത് സംഭവിക്കും? അത് തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ കൃതജ്ഞത വെച്ച് എന്താ ചെയ്യണേ? നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. കാര്യം ഇത് ചെയ്യാനായിട്ട് ഏറ്റവും വലിയ വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ക്ലാസ്സിൽ വന്നൊരു സാറുണ്ട്. സാറിന് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാറിൻ്റെ ജീവിതത്തിലെ കുറേ അധികം പ്രശ്നങ്ങളിൽ കൂടി പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ആ പ്രശ്നങ്ങളിൽ കൂടി കാലഘട്ടം വന്നപ്പോൾ എന്താ വെച്ചാൽ കുറേ ലോണുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലോൺ ഒത്തിരി അധികം ഈ കോവിഡൊക്കെ ഉണ്ടാക്കിയ കുറേ പ്രശ്നങ്ങളുണ്ട്. ബിസിനസ്സിൽ നിന്ന് കാശൊന്നും ഇല്ലാത്തൊരവസ്ഥ വന്നു. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥലത്തിന് ഒരു ജപ്തിയിലേക്ക് വന്നു. അപ്പോൾ അങ്ങേര് ജപ്തിയൊക്കെ വന്നപ്പോൾ വളരെ പരിഭ്രാന്തനായി. എല്ലാവരോടും പോയി കാശൊക്കെ ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൊടുക്കാൻ പറ്റുന്ന ലെവലിലുള്ള ആൾക്കാർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അവരാരും അദ്ദേഹത്തെ കണ്ടെന്ന് നടിച്ചില്ല. സഹായിക്കാനായിട്ടുള്ള ഒരു ചെറു വിരൽ പോലും അനക്കില്ല. അപ്പോൾ വളരെ വിഷമത്തോടെ അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് വീണ്ടും പറഞ്ഞു, എന്നെ ആരും സഹായിക്കണില്ല. എൻ്റെ ആ ഒരു 1.5 കോടിയെങ്കിലും വാല്യൂ ഉള്ള സ്ഥലം ഇപ്പം പോകും, അത് പോണ അവസ്ഥയിലാണ്. അപ്പോൾ ഞാൻ അങ്ങേരോട് പറഞ്ഞു, സാർ ഒരു കാര്യം ചെയ്യാൻ, സാറിന് എത്ര എമൗണ്ട് വേണം? അപ്പോൾ അങ്ങേര് പറഞ്ഞു, എനിക്കൊരു 7 ലക്ഷം രൂപ വേണം. സാർ ഒരു 7 ലക്ഷം രൂപയുടെ ചെക്ക് എഴുതി വയ്ക്കും. ആ ചെക്ക് എഴുതി വെച്ചിട്ട് സാറിന് എല്ലാ ദിവസവും 2 നേരം ചെക്ക് കാണാൻ പറഞ്ഞു. എന്താ സംഭവിച്ചെന്നറിയാമോ? അതിൻ്റെ ലാസ്റ്റ് ഡേക്ക് 2 ദിവസം മുമ്പ് അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്തുനിന്ന് ആ എമൗണ്ട് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുകയും അങ്ങനെ ആ ഊരാ കുടുക്കിയിൽ നിന്ന് മാന്ത്രികമായിട്ട് രക്ഷപ്പെട്ടു. എല്ലാ ദിവസവും അദ്ദേഹം കൃതജ്ഞത എഴുതി. എല്ലാ ദിവസവും ഇത് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ പുള്ളി അത് പല വാതിലുകൾ മുട്ടി. പക്ഷെ പുള്ളി പോലും വിചാരിക്കാത്തൊരു വാതിൽ തുറന്നു. ആ വാതിൽ വെച്ചിട്ട് പുള്ളിയുടെ കാര്യങ്ങൾ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. ഇപ്പോൾ ആൾ അടിപൊളിയായി നല്ല രീതിയിൽ ഓരോ ദിവസവും പുതിയ ബിസിനസ്സിൽ സ്കെയിലപ്പ് ചെയ്ത് ഓടി നടക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈഫിൽ നമുക്ക് എന്തും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ലൈഫിൽ ഒന്നും അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കണില്ല. എല്ലാം നമുക്ക് ക്രിയേറ്റ് ചെയ്യണതാണ്. നമ്മൾക്ക് എന്ത് വേണമെന്ന് നമ്മൾ വിചാരിക്കണോ, നമ്മൾ എന്തിനു വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കാൻ നമ്മൾക്ക് ആഗ്രഹമുണ്ടോ, അവയെല്ലാം നമുക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. അതിനെന്താ കാര്യം? നമ്മുടെ മനസ്സിൽ കുറച്ച് നന്മ ഉണ്ടാവണം. നമ്മളൊരു നല്ല മനുഷ്യനായിരിക്കണം. നന്മയുള്ള ആൾക്കാർക്ക് ദൈവം എപ്പോഴും എന്ത് തരും? നല്ലത് തരും. അപ്പം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തും നല്ലത് നിങ്ങൾക്ക് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഉള്ളതിന് നന്ദിയുള്ളവരായിട്ട് മാറണം. ഒരു പണത്തെപ്പറ്റി വളരെ മോശമായിട്ട് ചിന്തിക്കുകയും പണത്തെപ്പറ്റി എപ്പോഴും ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പണം ഒരിക്കലും ജീവിതത്തിൽ വരില്ല. അപ്പോൾ പണം ഉണ്ടാവണമെങ്കിൽ പണത്തെപ്പറ്റി നന്നായി ചിന്തിക്കണം. അതുകൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ കൊണ്ടുവരണം. നമ്മുടെ ജീവിതത്തിന് വേറെ ആൾക്കാർക്ക് പണം ഉണ്ടാകുമ്പോൾ അവർ അഭിവൃദ്ധി പ്രാപിക്കുമ്പോൾ അസൂയ, നിരാശ, അതിലുള്ള വൈരാഗ്യം, എഗെയിൻ പണം ഇല്ലാത്തതിൻ്റെ ഭയം, ഇങ്ങനെയൊക്കെ ഉള്ള വികാരങ്ങളാണ് നമുക്കുള്ളതെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്തേക്കും പണം വരില്ല. അപ്പോൾ പണം ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവായിട്ടൊരു മനുഷ്യനായിട്ട് മാറണം. പണത്തിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് എന്താണെന്ന് അത് നിങ്ങളെൻ്റെ ക്ലാസ്സിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ പഠിപ്പിച്ചു തരാം. എങ്ങനെ നിങ്ങളുടെ ബ്ലൂ പ്രിൻ്റ് ഐഡൻറ്റിഫൈ ചെയ്യാം എന്താണെന്നൊക്കെ ഉള്ള ലെവലിൽ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, പണമില്ല എന്ന് പറഞ്ഞിട്ട് നിരാശപ്പെടുകയൊന്നും ചെയ്യരുത്. ആ പണമില്ലാത്ത സാഹചര്യത്തിൽ നിങ്ങൾക്ക് നന്ദി എഴുതാൻ പറ്റണം. നിങ്ങൾക്ക് ആവശ്യമുള്ള പണം എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? അത് നിങ്ങളൊരു യൂണിവേഴ്സൽ ബാങ്കിലേക്ക് ഒരു ചെക്ക് എഴുതി വയ്ക്കുക. ആ ചെക്ക് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് കിട്ടുമെന്ന് നിങ്ങൾ ധൈര്യപൂർവ്വം അത് നിങ്ങൾ ഉറപ്പിക്കുകയും ചെയ്യണം.
എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ വർക്കിലേക്കൊക്കെ മൂവ് ഔട്ട് ചെയ്യണം. പിന്നെ അതിൻ്റെ പുറത്തേക്ക് അധികം നോക്കണ്ട. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഗോളൊക്കെ സെറ്റ് ചെയ്ത് നിങ്ങൾ വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ പണത്തെക്കുറിച്ചുള്ള മോശം വിചാരങ്ങളൊക്കെ നിങ്ങൾ കളഞ്ഞിട്ടുണ്ടെങ്കിൽ, നല്ല വിചാരങ്ങൾ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ഉറപ്പായിട്ടും നിങ്ങളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഡ്രീം എമൗണ്ട് നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവും. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിനെ നമ്മൾ പരിഗണിക്കുകയും ചെയ്യരുത്. നമുക്ക് നല്ല കാര്യങ്ങളെപ്പറ്റി എഴുതണം. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു സമയത്ത് തന്നെ കൃതജ്ഞതയും നിരാശയും പറ്റി ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ കൃതജ്ഞതയെ പറ്റി മാത്രം ചിന്തിക്കുക. നമുക്കുള്ള പണത്തിനും ഉള്ള സർവീസിനും ഇപ്പോൾ ഉള്ള ഓരോ അനുഗ്രഹങ്ങൾക്കും പോസിറ്റീവായിട്ട് നമ്മൾ നന്ദി പറയാം. അപ്പോൾ നമ്മളിലേക്ക് പുതിയ പുതിയ സാഹചര്യങ്ങൾ വരികയും ചെയ്യും. നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാത്തിനും നമ്മൾക്ക് ഓൾമോസ്റ്റ് പെട്ടെന്ന് വേണ്ട ഇരട്ടിയായിട്ട്, ത്രിബിളായിട്ട്, 4 times ആയിട്ട്, 5 times, 10 times ആയിട്ടൊക്കെ ഗ്രോ ചെയ്യണ ലെവലിലേക്ക് മൂവ് ഔട്ട് ചെയ്യും. പലപ്പോഴും ഈ കാശുള്ള ആൾക്കാർക്ക് സംഭവിക്കണമെന്ന് അറിയുമ്പോൾ പെട്ടെന്നാണ് അവരുടെ ഐശ്വര്യം വർദ്ധിക്കണേ. അവർക്ക് പെട്ടെന്ന് എഫേർട്ട്ലെസ് ആയിട്ട് പല വഴിയിൽ നിന്ന് കാശ് ഒഴുക്ക് തന്നെ അങ്ങോട്ട് വരും. പക്ഷെ നമ്മൾ ഈ കാശൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ അഹങ്കാരം കാണിക്കുകയും നന്ദിയില്ലാത്ത ഒരാളായിട്ട് മാറുകയും ചെയ്ത് കഴിഞ്ഞാലോ പെട്ടെന്ന് നമ്മുടെ ഒഴുക്കങ്ങ് പോവും. നമ്മൾക്ക് ഓൾമോസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ കൂടുതൽ തടസ്സങ്ങളിലേക്കും കൂടുതൽ പ്രതിസന്ധിയിലേക്കൊക്കെ മാറും. അപ്പോൾ അതിനെന്ത് ചെയ്യണം? എവറി ഡേ നമ്മൾക്ക് എത്ര ഐശ്വര്യം ഉണ്ടെങ്കിലും നമ്മൾ വന്ന വഴി മറക്കരുത്. ഇന്നും നമ്മൾ നന്ദി ഉണ്ടാവണം. മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്ന ലെവലിലേക്ക് നമ്മൾ മൂവ് ഔട്ട് ചെയ്യണം. അപ്പോൾ അപ്രതീക്ഷയായിരിക്കും നമ്മുടെ ജോലിക്ക് നമ്മൾക്കൊരു വർധന കിട്ടണത്. ചിലപ്പോൾ നമ്മൾ ടാക്സ് അടച്ചത് ചിലപ്പോൾ റിബേറ്റായിട്ട് തിരിച്ചു വരും. ചിലപ്പോൾ നമ്മൾ ഒട്ടും വിചാരിക്കാത്ത ഒരു ബന്ധുവിൻ്റെ കയ്യിൽ നിന്നായിരിക്കും ഒരു കാശ് കിട്ടണത്, ഒരു സമ്മാനം കിട്ടണത്. പല പല രീതിയിൽ നമ്മൾക്ക് ഓൾമോസ്റ്റ് എന്ത് കിട്ടാൻ തുടങ്ങും. ചിലപ്പോൾ ഒരു ഫ്രണ്ട് റെഫർ ചെയ്തിട്ട് നമുക്ക് നല്ലൊരു ബിസിനസ് കിട്ടുന്നതാവാം. ഇങ്ങനെ ഒത്തിരി അധികം വഴിയിൽ നമ്മളുടെ ബിസിനസ്സുകൾ ഗ്രോ ചെയ്യാൻ തുടങ്ങും, പണം കിട്ടാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ എപ്പോഴും നന്ദി എന്ന് പറയുന്നത് എവറി ഡേ ചെയ്യുന്ന ലെവലിലേക്ക് നമ്മൾ മൂവ് ഔട്ട് ചെയ്യണം. ഒരു കാരണവശാലും ആ ഒരു നന്ദി എഴുതാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കും. ഇപ്പോൾ ഞാൻ ചില സമയത്തൊക്കെ, ഇന്നിപ്പോൾ എൻ്റെ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയിൽ നിന്ന് ടിക്കറ്റ് എടുക്കാൻ പോയി. അപ്പോൾ പല ആൾക്കാരോട് ചോദിച്ചപ്പോഴത്തേക്കും ഭയങ്കര കാശായിരുന്നു. പക്ഷെ അവൾക്ക് ഇന്ന് കിട്ടിയ ടിക്കറ്റ് ഉണ്ടല്ലോ, സ്കോട്ട്ലൻഡ് പോകാനായിട്ട് 42,000 കിട്ടി. സത്യത്തിൽ നല്ല പ്രൈസിനാണ് കിട്ടിയത്. അപ്പോൾ ഇതൊക്കെ ഒരു കൃതജ്ഞത എഴുതുമ്പോഴൊരു ഗുണമാണ്. പല ആൾക്കാരും എന്നോട് പറയും കൃതജ്ഞത എഴുതിയതിന് ശേഷം അവരുടെ ലൈഫ് എന്ന് പറയുന്നത് മാജിക്കലി ചേഞ്ച് ചെയ്തു വന്നു. കാര്യം അവർക്ക് അവരുടെ പൈസയൊക്കെ ഒട്ടും പോകില്ല. അതൊക്കെ അവർക്ക് ഏറ്റവും നല്ല ഡീലായിട്ട് എല്ലാ കാര്യങ്ങളും റൈറ്റ് ആൾക്കാർ അവരുടെ മുമ്പിലേക്ക് വരും. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? കൃതജ്ഞത നമ്മൾ നന്നായിട്ട് എഴുതാൻ തുടങ്ങുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾക്ക് ഓരോ സ്ഥലത്തും മാന്ത്രികമായിട്ട് നമ്മുടെ ലൈഫ് മാറും. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. ചില ആൾക്കാർ വളരെ ചെറിയൊരു മുറിയിലായിരിക്കും അവർ തുടങ്ങണേ. പക്ഷെ അവർക്ക് അതിൽ നന്ദി ഉണ്ടാവുക, ഒരു നല്ല രീതിയിൽ ബേസ് ചെയ്ത് വരുമ്പോൾ പിന്നെ ചിലപ്പോൾ അവർ ഇരിക്കുന്നത് ഒരു 4-5 നില ബിൽഡിങ്ങിലായിരിക്കും അവരുടെ ഓഫീസ് ഇരിക്കുന്നത്. അപ്പം നന്ദി ബേസ് ചെയ്യുമ്പോൾ ഗുണം എന്ന് പറഞ്ഞാൽ മാന്ത്രികമായിട്ട് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഡ്രീം ലൈഫിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ അത് യൂണിവേഴ്സ്